ഹായ് കൂട്ടുകാരെ, അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു മയോണൈസ് ആണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അതിനകത്ത് പാലില്ല, മുട്ടയില്ല, അതുപോലെ എണ്ണയില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മയോണൈസ് ആണ്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൽ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തു. അതിലേക്ക് മിൽക്കി മിസ്റ്റിൻ്റെ തൈരില്ലേ, കട്ടത്തൈര്, അത് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. നന്നായിട്ട് നിറച്ചെടുത്തു. മിൽക്കി മിസ്റ്റിൻ്റെയൊക്കെ ഇത് നമുക്ക് പുളിയില്ലാത്ത കട്ടത്തൈരാണല്ലോ, അപ്പം അതുകൊണ്ട് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം 4 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തു. ഇനി അതിലേക്ക് ഞാനൊരു 4 വെളുത്തുള്ളിയുടെ അല്ലി ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്തു. നമ്മൾക്ക് പിസ്സ ഉണ്ടാക്കുമ്പോഴും അതുപോലെ ബർഗർ, സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഹെൽത്തിന് ദോഷമാണെങ്കിൽ നമ്മൾക്ക് പഞ്ചസാര അങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു. അത് ഞാൻ ആപ്പിൾ സിഡർ വിനാഗിരിയാണ് ഒഴിച്ചേക്കുന്നത്. അത് നമുക്ക് ശരീരത്തിന് ദോഷമില്ലല്ലോ, അത് ഒഴിച്ചു. ഇനി ഒരു 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു. ഇനി നമുക്ക് ഇത് പതുക്കെ അടിച്ചെടുക്കാം. ഞാൻ അടിച്ചെടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയത്. ലൂസായിട്ടുള്ളൊരു പരുവത്തിലാണ്. ഇനി നമുക്കത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അത് തിക്കാക്കാനായിട്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്ത് അതിൽ ചേർത്ത് അടിച്ചെടുത്താൽ മതി. ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് പുഴുങ്ങി ഉടച്ചെടുത്ത് മിക്സിയിലേക്കിട്ട് അതിൻ്റെ കൂട്ടത്തിൽ അടിച്ചെടുക്കുന്നത്. നമ്മൾക്ക് എന്തോരം തിക്ക് വേണോ അതിനനുസരിച്ച്. എനിക്ക് ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഒത്തിരി തിക്കാക്കിയിട്ടില്ല. നമ്മൾക്ക് കൂടുതൽ തിക്ക് വേണമെങ്കിൽ കൂടുതൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തത്. ഇനി ഇച്ചിരി കൂടി കട്ടിയായിട്ടിരിക്കണമെങ്കിൽ കുറച്ചും കൂടി ഉരുളക്കിഴങ്ങ് ഇട്ട് അടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഒരു ഗ്ലാസ് ജാറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചോറ്റുപാത്രത്തിലോ ഇട്ട് അടച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. മാക്സിമം ഒരാഴ്ചയോളം നമുക്ക് ഇത് ഉപയോഗിക്കാം. നമുക്ക് സാൻഡ്വിച്ചിലോ അതുപോലെ ബർഗറിലോ അതുപോലെ പിസ്സയിലോ ബ്രെഡിലോ ഒക്കെ തേച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.